നമഃ ശിവായ. ഭദ്രാവതി ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് തെക്കോട്ട് നോക്കിയിട്ടാണ്. അതിന് പല സങ്കല്പങ്ങളുണ്ട്. ഇപ്പോൾ തെക്കോട്ട് അല്ലേ, ദക്ഷിണദേശം തെക്കല്ലേ, ദക്ഷിണേശ്വരം ഉണ്ടല്ലോ നമുക്ക്. ശിവന്റെ ഒരു ദർശനം ദക്ഷിണ വശത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സങ്കല്പങ്ങളുണ്ട്. ശിവലിംഗമുണ്ട്. ശിവലിംഗത്തിൻ്റെ മുഖം ഇവിടെ ഏത് ദിക്ക് തിരിച്ചു വെക്കാൻ പറ്റും? അതിന് ദിക്കില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് ഒന്നിനും ശരിയും പറയാൻ പറ്റില്ല, തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. ഈ ഭൂമിയിലെ ഊർജ്ജ സ്രോതസ് സൂര്യൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കിഴക്കോട്ട് നോക്കി ധ്യാനിക്കുന്നതാണ്. ധ്യാനിക്കുന്നുണ്ടല്ലോ ക്ഷേത്രത്തിലെ പൂജ പൂജ നടത്തുന്നത് വടക്കോട്ട് നോക്കി. സാധാരണ സാധാരണ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പൊതുവെ കിഴക്ക് ദർശനമാക്കിയാണ് വെക്കുന്നത്. കിഴക്ക് ദർശനമുള്ള കാളീക്ഷേത്രത്തില് ഇടത്തേശത്തിലാണ് പൂജ. ആയിക്കോട്ടെ, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും പറയും. കാളി വിഗ്രഹത്തിന് പ്രത്യേകത ഉണ്ടെന്നാണ്. കാളി എന്ന സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ എന്തെന്നറിയാം? എത്ര പേർക്കറിയാം? ഈ വിഗ്രഹം തന്നെ എന്താ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ സംവേദനക്ഷമമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകം. അതുകൊണ്ടാണ് അതിനെ വിശദമായി ഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞത്. വിശേഷേണ ഗ്രഹ്യത ഇത് വിഗ്രഹം. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. ആ ഗുരു എന്താണോ ഈ സിമ്പൽ കൊണ്ട് ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കുക. ഇതൊരു സ്കൂള് പോലെയാണ്. സ്കൂള് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോ നോക്കിയിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. അവിടെ പോകുന്ന കുട്ടി ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുമില്ല ഉള്ളതാണ്. ഉദാഹരണത്തിന് ലോവർ പ്രൈമറി സ്കൂൾ, അതായത് 1 മുതൽ 4 വരെ ഉള്ളൊരു സ്കൂളാണെന്ന് വെക്കുക. ഒരു കുട്ടി അവിടെ പഠിക്കാൻ പോവുകയാണെങ്കിൽ, ആ കുട്ടി മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ 4 വർഷത്തിൽ കൂടുതൽ ആ സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇല്ല. 4-ാം വർഷം ആ കുട്ടി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത സ്കൂളിൽ പോകണം. ആ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, പോകാൻ പറ്റുകയില്ല. ഇവനൊന്നും പഠിക്കുന്നില്ല എങ്കിൽ എത്ര കാലം വരെ ആ സ്കൂളിൽ പോകാം? ജീവിതകാലം മുഴുവൻ പോകാം. ഇതുപോലെയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിലെ ആശയത്തെ മനസ്സിലാക്കിയാൽ ആ ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട. വിഗ്രഹമായി കഴിഞ്ഞു, വിഗ്രഹത്തെ വിശദമായി ഗ്രഹിക്കേണ്ടത് കഴിച്ചു എന്ന് വെച്ചിട്ട് അത് തല്ലി തകർക്കണോ? ഇല്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതവിടെ നമ്മൾ പരിരക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ കാളി എന്ന് പറയുന്നത് തന്നെ കാലം, പുരുഷ ശബ്ദം. ഏത് സംസ്കൃതത്തിലെ ഒട്ടുമിക്ക എല്ലാ പുരുഷ ശബ്ദത്തിനോടും വികാരം ചേർത്താൽ സ്ത്രീ ശബ്ദം കിട്ടും. പുരുഷൻ, സ്ത്രീ എന്നാണ് പറയുന്നത്. നായകൻ, നായിക, ദേവൻ, ദേവി. അപ്പം ഇതുകൊണ്ട് പൊതുവെ അതിനെ വള്ളി ദേവി എന്ന് വിളിക്കാറുണ്ട്. ശിവം, അതിന് ആ വള്ളിയും എടുത്ത് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ശവം. അപ്പോൾ എവിടെയാണോ ശക്തി സ്ഫുരിക്കുന്നത് അവിടെ ദേവിയെ പറയും. അപ്പോൾ കാലത്തിൻ്റെ സ്ത്രീ ശബ്ദമാണ് കാലി. ള എന്ന ശബ്ദം മലയാളത്തിലേ ഉള്ളൂ. സംസ്കൃതത്തിലും തമിഴിലും ഒന്നും അതില്ല. തമിഴിൽ ള ഉണ്ട് ഇല്ലേ? വഴിക്കല്ലേ ഒരു ഒളിയിലേക്ക്. ഓക്കെ. ഇതിൽ സംസ്കൃതത്തിൽ ള ഇല്ല, മലയാളത്തിലേ ഉള്ളത്. അപ്പോൾ സംസ്കൃതത്തിൽ കാലി എന്നെഴുതുന്നത് നമ്മൾ കാളി എന്ന് വിളിക്കുന്നു. അത് കാലി എന്നാണ് എഴുതുന്നത്. കാലത്തിൻ്റെ പിന്നെ സ്ത്രീ ശബ്ദമാണ് കാലി. അതുകൊണ്ടാണ് അതിന് ആയിരക്കണക്കിന് കൈകളും എല്ലാം അതിലുണ്ട് ആ വിഗ്രഹത്തിൽ. ഇതാണ് നമ്മുടെ ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം. ഇങ്ങനെ സർവ്വതിനെയും വിഴുങ്ങുന്ന, എല്ലാം വന്ന് അതിൽ ലയിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അതിൽ തന്നെ കാണുന്നു. മനസ്സിന് ഭ്രമം ഉണ്ടാക്കുന്ന ഒരു പിന്നെ ദൃശ്യമാണത്. അതാണ് കാലം. വേറെ വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു നോളജ് ലെവൽ.
അത് കോഗ്നിറ്റീവ് ലെവലിൽ നിന്നാൽ മതി, അതോ പ്രാക്ടിക്കൽ ലെവലിൽ അനുഭവത്തിൻ്റെ ലെവലിൽ പോകുകയാണ് യഥാർത്ഥ അറിവാണ്. അറിവ് എന്ന് പറയുന്നത് തന്നെ ഉദാഹരണത്തിന് പ്രാപഞ്ചികമായ അറിവും ആത്മീയമായ അറിവും എന്നാണ് രണ്ട് രീതിയിൽ ആധികാരികമായി പറഞ്ഞിരിക്കുന്നത്. പ്രാപഞ്ചികമായ അറിവ് എന്നത് മെറ്റീരിയൽ എന്നാണ്. അങ്ങനെ ഒരു അറിവ് മായയാണെന്നാണ് രണ്ട് ശാസ്ത്രവും പറയുന്നത്. പൗരാണിക ശാസ്ത്രം പറയുന്നു ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ്, ഇല്ലാത്തത് എന്നല്ല. അത് ഇങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥ ഭാവം. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മുടെ മുന്നിൽ വെച്ചാൽ ഇത് വെള്ളമാണ് എന്നുള്ളത് ഭൗതികമായ അറിവ്. എന്നാൽ ശാസ്ത്രീയമായ അറിവിൻ്റെ മുന്നിൽ അവിടെ വെള്ളമുണ്ട്. മനന പ്രായതേ ഇത് മന്ത്രം. മന്ത്രസമാനമായ അല്ലെങ്കിൽ ശാസ്ത്രദൃഷ്ടിയാൽ അതിനെ നോക്കിയാൽ അത് രണ്ട് ഗ്യാസ് ആണ് അവിടെ ഉള്ളത്. H2O എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ആ യോഗത്തിൻ്റെ ഒരു പ്രകട ഭാവമാണ് വെള്ളം. അപ്പോൾ മനനസമാനമായ മനസ്സോട് നോക്കിയപ്പോൾ വെള്ളം എന്ന ഐഡൻറ്റിറ്റി നഷ്ടമായി. അതുകൊണ്ട് മനസ്സ് പ്രാണനം ചെയ്തു. എലിമിനേഷൻ ഓഫ് ദ പ്രസൻസ്. ആ കാണപ്പെട്ട രൂപത്തെ എലിമിനേറ്റ് ചെയ്തതാണ് മന്ത്രം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം മായയാണ്. അതുകൊണ്ടാണ് മോഡേൺ സയൻസും ഇപ്പോൾ എത്തി നിൽക്കുന്ന ക്വാണ്ടം ഫിസിക്സ് ഡിക്ലെയർ ചെയ്തത് ദർ ഈസ് നോ മെറ്റീരിയൽ വേൾഡ് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യെന്ന് അവിടെ പൗരാണിക ആചാര്യൻ പറഞ്ഞത് തന്നെ മോഡേൺ സയൻസ് ഇങ്ങനെ അങ്ങനെ അവതരിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ നോക്കിയാൽ രണ്ടറിവല്ലേ ഉള്ളൂ. മായയായ ഈ പ്രപഞ്ച അറിവും അനുഭവമായി നിൽക്കുന്ന ആത്മീയമായ അറിവ്. ആത്മീയത മനസ്സിനപ്പുറമാണ്. അപ്പോൾ പിന്നെ അവിടെ കോഗ്നിറ്റീവ് മൈൻഡിന് പ്രസക്തിയില്ല. നമ്മളിപ്പോൾ ശാസ്ത്രീയമായിട്ട് ഉള്ള തെളിവാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഈ അറിവിന് സബ്ജക്റ്റീവ് അറിവിന് സയൻറ്റിഫിക്കായിട്ടുള്ള വേരിയേഷൻ ആവശ്യമില്ല. സയൻസ് ഈസ് ദി ഔട്ട്കം ഓഫ് ഇൻ്റലക്ട്. ഇല്ലേ? ബുദ്ധിയുടെ ഉൽപ്പന്നമല്ലേ ശാസ്ത്രം. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുമെന്നുള്ള അവർ സമ്മതിക്കില്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ലല്ലോ. അവർക്ക് എല്ലാവരും കാണണം. അതാണ് കാണുന്നത് ബുദ്ധിയല്ലേ. അതുപോലെ എല്ലാവരും വേറൊരാൾക്കും അത് ചെയ്യാൻ കഴിയണം. അതെ, അതാണ് ബുദ്ധി. ബുദ്ധി ഇല്ലാത്തവന് മനസ്സില്ലല്ലോ. അവൻ ആ ലോകം ഇല്ലല്ലോ. നമ്മൾ കാണുന്ന ലോകം അവനില്ലല്ലോ. പിന്നെ അവനെങ്ങനെ ശാസ്ത്രജ്ഞനാകും? ബുദ്ധിയുള്ളവനല്ലേ എന്തായാലും ശാസ്ത്രജ്ഞനാകും. ബുദ്ധിയില്ലാത്തവന് ശാസ്ത്രമില്ലല്ലോ. അവരുടെ വേ ഓഫ് തിങ്കിങ് ഡിഫറൻ്റാണ്. ഇന്നത്തെ ശാസ്ത്രം ഇന്നത്തെ ശാസ്ത്രം അല്ല എന്നൊരു വേലി അവർ കിട്ടിച്ചു. ആര്? ഇപ്പോഴത്തെ സപ്പോസ് ടു ബി ശാസ്ത്രജ്ഞന്മാർ. ഇപ്പോഴത്തെ പറഞ്ഞാല് ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുകയാണ് ഇപ്പോഴത്തെ ശാസ്ത്രം എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അതിപ്പോൾ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാനുണ്ടെന്നും ഇല്ലെന്നും എനിക്ക് പറഞ്ഞു. ഓരോരുത്തർക്കും അവരെ അഭിപ്രായം പറയാമല്ലോ. ഇത് ഇപ്പോഴും ലോകം ഒരു ജനാധിപത്യ ക്രമത്തിലല്ലേ പോകണം. കാരണം യുക്തിപരമായിട്ട് ചിന്തിക്കാൻ ആത്മാവില്ല എന്നാണ്. അതിനാണ് ഈ ആത്മാവ്. അത് അവർക്ക് അറിയാൻ മേത്ത കാര്യം ഇല്ല നിങ്ങൾ പറയും. അതാണ് യഥാർത്ഥത്തെ അവർക്ക് ചോദിക്കേണ്ടത്. ഇത് ലോകം മുഴുവൻ അവരോട് ചോദിക്കുന്നുണ്ടല്ലോ. ചോദിക്കുമ്പോൾ നമുക്ക് ശാസ്ത്രീയ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, അവർക്ക് എന്തും പറയും. ഇപ്പം അതെന്നെ പറഞ്ഞ കണ്ണു പൊട്ടന് വെളിച്ചമില്ലെന്ന് പറയുന്നതിന് അവനൊരു ഉളുപ്പില്ലല്ലോ. ആ ഉളുപ്പില്ലായ്മയ്ക്ക് നമുക്കെന്ത് തോന്നാന്? അതിനെപ്പറ്റി അറിയണമെന്നൊരാഗ്രഹവും ഇങ്ങനെ പലരും കാണുന്നില്ല. ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മന്ദബുദ്ധിയോട് ബുദ്ധിയുടെ വ്യക്തിന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. സമൂഹം അംഗീകരിക്കുന്ന ആൾക്കാർക്ക് പോലും അത് അന്വേഷിക്കണമെന്ന് തോന്നുന്നില്ല. അന്വേഷിക്കണമെന്ന് തോന്നുന്നവന് ബുദ്ധിയുണ്ടെന്ന് നമുക്ക് പറയാം. ഇല്ലാത്തവന് അതവൻ്റെ വിധി. നമ്മളെന്തിനാ ബോധറിയുന്നത്? സമൂഹത്തിലെ ഇന്റലക്ച്വലാണ്, വളരെ ബുദ്ധിയുള്ളവരാണ്. പല യൂണിവേഴ്സിറ്റി ടെക്നിക്കലിൽ വെച്ചിട്ട് അവർക്ക് അങ്ങനത്തെ ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തിനാ ഈ ഡിഗ്രിയുടെ പിന്നാലെ? ഞാനല്ല, നമുക്ക് സമൂഹത്തിനെ എങ്ങനെ ഇതെല്ലാം ഇത് രാഷ്ട്രീയക്കാരുടെ ഭാഷയാണ്. ഈ അവരില്ലാത്തൊരു ശത്രുവിനെ ഉണ്ടാക്കിയിട്ട് ആ ശത്രുവിനോട് ഞാൻ യുദ്ധം ചെയ്യുന്നു എന്ന് പറയും. ആ കപടത നമുക്കെന്തിന്? വ്യക്തമായ ശാസ്ത്രബോധമുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ.
നമുക്കെന്തുകൊണ്ട് അവരെ മാതൃകയാക്കിക്കൂടാ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സോംനാഥ് നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ ISRO ചെയർമാൻ. അദ്ദേഹം അമ്പലത്തിൽ പോകാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട്. അദ്ദേഹം ശാസ്ത്രജ്ഞനല്ലേ? അതാണ് നമ്മുടെ കേരളത്തിലുള്ള അല്ല, കേരളീയരെ വിട്. നമ്മുടെ വിഷയം. ഞാൻ കേരളീയനാണ്. ഞാൻ ശങ്കരാചാര്യരുടെ പാരമ്പര്യം, നാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം, പിന്നെ നിത്യാനന്ദ സ്വാമിയുടെ പാരമ്പര്യം, പിന്നെ അതുപോലെയുള്ള എല്ലാ പിന്നെ വൈദ്യ സിദ്ധ പരമ്പരയുടെ പാരമ്പര്യമാണ് ഞാൻ നടത്തുന്നത്. ഈ നാരായണ ഗുരുവിനെ വലിയതായിട്ട് കൊണ്ട് നടക്കുന്നവരും ദൈവദശകം പോലും ശരിക്കും അവർ കേട്ടിട്ടില്ല. ദൈവദശകം എന്തിനാ വായിക്കുന്നത്? എൻ്റെ അഭിപ്രായം അത് വായിക്കുന്നത് ദിവസം വൈകുന്നേരം പ്രാർത്ഥന എല്ലാം വന്നിരിക്കുന്നത് ഇല്ല. അത് വെറും പിന്നെ പാവങ്ങൾക്കുള്ളതാണ്. അത് എനിക്ക് മലയാളി പാവമാകണമെന്ന് ഒരു ആഗ്രഹമില്ല. ആഗ്രഹത്തില്ല പറഞ്ഞത്. അതിനകത്ത് ഒരു വരി ഞാൻ കൂടുതലും വിശ്വസ് ചെയ്യുന്നത് ഈ സത്യജ്ഞാനം ആനന്ദം എന്നുള്ളതാണ്. അവിടെ നീ എന്നുള്ളതിന് പകരം ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറയണമെന്ന്. എന്നാൽ അത് ഞാനെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത, ബലമില്ലാത്തവർക്കാണ് ഒരു പ്രതീകം നീ, ദൈവം വേറെ ഉണ്ടെന്ന് പറയുന്നത്. അഹമഹമറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഗുരു ആത്മോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാർക്കാ എഴുതിയത്? ആ ലെവലെത്തിയാണ്. അതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാം. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നാരായണ ഗുരു അവസാനം കണ്ണടയെ പ്രതിഷ്ഠിക്കുന്നു. അവസാനമല്ല, അത് അവസരോചിതമാണ്. അതെ. അപ്പൊ ആ ഒരു ലെവലെത്തിയവർക്കേ കണ്ണാടി കണ്ണാടിയുടെ ഒരു മീനിങ് കിട്ടത്തുള്ളൂ. ആ ലെവലെത്തിയവർക്കല്ല, ആ തലത്തിൽ ചിന്തിക്കുന്നവർക്ക്. ഉദാഹരണത്തിന് ഇവിടെ ഒരു 10 കട്ടികൾ ഇരിക്കുന്നത് നോക്കുക. 5 കിലോ, 10 കിലോ, 15 കിലോ, 20 കിലോ കട്ടികളിരിക്കും. അതിൽ പല ശേഷിയുള്ളവർ വരികയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കട്ടികൾ എടുത്തോ എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുവാണ് പറയുന്നതെങ്കിൽ അവൻ്റെ ഒരു കഴിവ് നോക്കിയാടാ മോനെ നീ അതെടുത്തു, നീ ഇതെടുത്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും ശേഷിക്ക് അനുസരിച്ചിട്ടുള്ള ഭാരമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോരുത്തരുടെ ശേഷി അസസ് ചെയ്യാനുള്ള കഴിവ് എല്ലാ ഗുരുക്കന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ഗുരുവിന് കഴിയും. എല്ലാ ഗുരു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആരൊക്കെയാണ് ഗുരു എന്ന് ഇനി അറിയാം. ഗുരു എന്ന് പറയാൻ പറ്റില്ല. മീനിങ് പറയുന്ന ഗുരു ഡാർക്ക്നെസ് ടു ബ്രൈറ്റ്നെസ് വെച്ചിട്ട് ഡാർക്ക്നെസ് ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുപോകുന്ന അവരാണ് ഗുരു എന്നാണ് പറയുന്നത്. എനിക്ക് അത്രയും വലിയ ആശയത്തോടൊന്നും വലിയ യോജിപ്പില്ല. കാരണം ഒന്നും അറിയാം, ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ വെളിച്ചത്തെ നമ്മൾ ഇത്രയും ബഹുമാനിക്കുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ പോലീസിനോട് നമുക്ക് ബഹുമാനം വരുന്നത് എന്തുകൊണ്ട്? കള്ളനുള്ളത് കൊണ്ടാണ്. കള്ളനില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത നാട്ടിൽ പോലീസിന് എന്ത് വരാം? അത്രയേ ഉള്ളൂ വെളിച്ചത്തിന്. പക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള ഗതിക്ക് ഒരു വഴി ആരാണോ കാണിക്കുന്നത്, ആക്ച്വലി ഞാനത് ഗൈഡ് എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വഴി കളിക്കുന്നു അത്രയും. ഞാനത് പറയാൻ വന്നതല്ല. ഇപ്പോഴത്തെ ആൾക്കാരെ ഗുരു എന്ന് വിളിക്കത്തില്ല, ഗുരു എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ബഹുമാനം ഉണ്ടായിരിക്കും. അല്ല, രോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിലെങ്കിലും കരയാന്നാണ് അർത്ഥം. ആണോ? മിക്കവാറും എല്ലാ സന്യാസിമാരും ഒരു ഗുരുക്കന്മാരെ കരഞ്ഞാണോ ജീവിക്കുന്നത്? ഇരുട്ടിൽ കരയുന്നവരെന്നാണ് അല്ല, ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഭാരതീയന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഗുരുവിനെ വേണമെങ്കിൽ ഇങ്ങനെ വിമർശിക്കാൻ കളിയാക്കാം. വേറെ പലയിടത്ത് വേണമെങ്കിൽ ചിലപ്പോൾ തല കാണില്ല കേട്ടോ.